ചില ഹണി റോസിൻ്റെ വിഷയമൊക്കെ നമ്മളൊന്ന് കെട്ടടങ്ങി വരികയാണ്. ഹണി റോസിൻ്റെ വിഷയം കെട്ടടങ്ങിയെങ്കിലും നല്ലൊരു ഇത് തന്നെ നല്ലൊരു മാറ്റം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ കോടതിയുടെ ഒരു ഇടപെടൽ. എന്നുവെച്ചാൽ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് ഭയങ്കരമായിരുന്നു. അപ്പോൾ അതിന് ഇതുകൊണ്ടൊരു അന്ത്യം വരികയാണ് എങ്കിൽ ഈ കേസ് നല്ലതാവട്ടെ എന്ന് പറയാം. പക്ഷെ ബോച്ചെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബോച്ചെ ഫാൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ പല രീതിയിൽ കോൺട്രവേഴ്സി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആണുങ്ങൾക്ക് എന്താ, അവർക്ക് നിയമം ബാധകമല്ലേ, സ്ത്രീകൾക്ക് മാത്രം അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊക്കെ രീതിയിൽ രാഹുൽ ഈശ്വറും മറ്റേ മെൻസ് റൈറ്റ് അസോസിയേഷൻ്റെ അജിത് കുമാറും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ പറയുകയുണ്ടായി, പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പോക്സോ കേസിൽ ഹണി റോസിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന്. അതായത് ചെറിയ കുട്ടികളെ വരെ ഇങ്ങനത്തെ ഇതിലേക്ക് ലൈംഗികത അവരിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം അല്ലെങ്കിൽ ഒരു സിനിമ ചിത്രീകരണം അങ്ങനെയൊക്കെ വന്നിട്ട് അതൊക്കെ തെറ്റാണ്, കുറ്റകരമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ നിയമവശം എന്താണെന്നുള്ളത് കൂടുതലായിട്ട് എനിക്കറിയില്ല. അപ്പോൾ എന്തായിരിക്കും ബോച്ചയുടെ ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ബോച്ചയുടെ അടുത്ത സ്റ്റെപ്സ് എന്തായിരിക്കും എന്നാണ് ചേട്ടന് തോന്നുന്നത്? ഐശ്വര്യ, നമ്മൾ ഈ ചർച്ച ഈ സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യമാണ്, ബോച്ച ഒരു ബിസിനസ്സുകാരനാണ്. അതെ, അദ്ദേഹം ഒരു പക്ക ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ, അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ വ്യാപാരത്തിൽ അതിൻ്റെ ഒരു മൈലേജ് ഉണ്ടാക്കാനായിട്ടാണ് നാളിതുവരെ ആരും കാണിക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം കാണിച്ചത്. നമ്മൾ തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, മറ്റേ ജോയി ആലുക്കാസ്, ഭീമ, ഇവരൊക്കെ എന്തുകൊണ്ട് മുതലാളിമാർ ഒന്നും പറയുന്നില്ല, അവർ ഏറി വിടുന്ന പോലുമില്ല, അവർ വന്നിങ്ങനെ ബലം പിടിച്ചാണ് നിൽക്കുന്നത് വേദിയിലൊക്കെ. അവിടെ ഇദ്ദേഹം ഇത്തരത്തിലൊരു ഡ്രസ് കോഡും ഇദ്ദേഹത്തിൻ്റെ കുറേ അത് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഹണി റോസിലൂടെ അദ്ദേഹം കാണിച്ചത്. നമ്മളെല്ലാവരും അന്ന് തന്നെ പറഞ്ഞു, ഈ ജയിലിൽ പോക്ക് പോലും അദ്ദേഹം അതിന് മാർക്കറ്റിംഗ് ആക്കി മാറ്റുമെന്ന്. അത് അങ്ങനെ അതൊരു കഥ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിൽ ഈ അജിത് കുമാർ പറഞ്ഞ ഈ ഒരു സംഗതിയിൽ ഒന്നും നടക്കാൻ പോണില്ല, ഒന്നും നടക്കില്ല. അല്ല, ബോച്ചെ തന്നെ പറഞ്ഞു, ഇറങ്ങി വന്നപ്പോ ബോച്ചെ തന്നെ പറഞ്ഞു വിളിക്കും ഹണി റോസിനെ പോലെയുള്ളവരെ. അല്ല, അത് മാത്രമല്ല, ഈ ആരാധകരെന്ന് പറയുന്നവരെ കൊണ്ട് അദ്ദേഹത്തിന് ശല്യമായി തീർന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാര്യം ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് ഓർഡർ കിട്ടാൻ വൈകിയ കൊണ്ടാണ് ഇറങ്ങിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും അതിന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കോടതി അലക്ഷ്യമായ രീതിയിൽ അദ്ദേഹത്തിനെ നാറ്റിക്കാവുന്ന രീതിയിൽ നാറ്റിച്ചു. അതിനും അദ്ദേഹത്തിന് ഒരു മടിയില്ലാതെ മാപ്പും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് നമ്മൾ തന്നെ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഹണി റോസ് ഇനിയും ഉദ്ഘാടനത്തിന് അദ്ദേഹം വിളിക്കുമായിരിക്കും. അതിന് അദ്ദേഹം സോൾവിങ് ചെയ്യും, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല നടന്നിരിക്കുന്നത്. നമ്മുടെ സാറൊക്കെ സംസാരിച്ചപ്പോൾ, നന്ദകുമാർ സാറൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ, എനിക്ക് പറയാൻ, ഞാൻ ഇതിന് പ്രാപ്തനാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്, എങ്കിലും ഞാൻ പറയുവാണ്, ഇതൊരു നല്ലൊരു കച്ചവടം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ, അത് ഇന്നാരെന്ന് എടുത്തു പറയുന്നില്ല, ഈ പറയുന്ന വ്യക്തി ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഒരു ലാഭക്കച്ചവടം ഇവർ പ്രതീക്ഷിച്ചിരുന്നു. നാളിതുവരെ അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് സർക്കാർ ഭരണത്തിലിരിക്കുന്ന ഈ പാർട്ടിക്ക് അദ്ദേഹം ഒന്നും വകവയ്ക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി അത് ചെലവാക്കിയപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് നേട്ടം ഉണ്ടാവണമല്ലോ, എല്ലാം കച്ചവടമാണല്ലോ. ഇപ്പോ പിണറായി വിജയന് സ്തുതിഗാനം പാടിയപ്പോഴും അതിലും ഒരു വശം കാണുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങൾ എന്തിനാ ഈ പഴയ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുന്നു എന്നാണ് ഇന്നത്തെ നേതാക്കൾ ചോദിക്കുന്നത്. പണ്ട് കട്ടൻ ചായയും പരിപ്പോടെയും കഴിച്ചിട്ടുണ്ടാവും, ദിനേശ് ബീഡി വലിച്ചിട്ടുണ്ടാവും, ഇന്നിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പുതിയ CPM-കാരുണ്ട്. അവർക്ക്, ഈ പുതിയ CPM-കാർക്ക് കമ്മീഷനാണ് ആവശ്യം, കമ്മീഷൻ അല്ലെങ്കിൽ കാശാണ് ആവശ്യം. അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ നിന്ന് നാളിതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ ഒരു കൂട്ടിച്ചേരൽ. അതിൽ ബോബി ചെമ്മണ്ണൂർ കൊടുക്കാതിരുന്നപ്പോൾ ഇതിനകത്തുള്ളവർ എന്നാൽ ഒന്ന് പൂട്ടിയേക്കാം എന്ന് കരുതി ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടിയതാണ്. അല്ലാതെ ഇതിൽ യാതൊരു സംഗതിയുമില്ല. അത് 4 മാസം മുമ്പ് നടന്ന ഒരു സംഗതി, കണ്ണൂർ വെച്ച് നടന്നൊരു സംഗതിക്ക് ഇപ്പോഴാണ് നടി പരാതി കൊടുത്തിരിക്കുന്നത്. ആ നടിയെ ശരിക്കും ഈ സർക്കാരും ഇവരെല്ലാവരും കൂടെ ഒരു ട്രാപ്പിൽ ഇടുകയായിരുന്നു. അതൊരു വൈകി മനസ്സിലാക്കി തുടങ്ങി. ചേട്ടൻ പറയുന്ന ഈ സർക്കാരുമായിട്ടുള്ള ബോബിയുടെ ഒരു വിഷയം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു യൂത്ത്ഫുൾ വയനാട് എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും പുകഴ്ത്തിയ ഒരാൾ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. സാറ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിദേശ ഫണ്ടിങ്ങും വിദേശത്തേക്ക് കൃത്യമായ ഒരു എമൗണ്ട് ഇവർ പറഞ്ഞിരുന്നു ഡീലില്ലെന്നാണ് സാറ് പറഞ്ഞത്. നമുക്കറിയാം, വിദേശ ഫണ്ടിങ് മാത്രമല്ല, ഇപ്പോഴത്തെ CPM എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമാഫിയ തുടങ്ങിയിട്ടുള്ള എല്ലാ മാഫിയ ബന്ധങ്ങളും
എന്തിനാണ് ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ, ഈ സമ്മേളനങ്ങൾക്ക് വരുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, വരുന്നതിന് വാഹനം കൊണ്ടുവരണ്ടേ, ഈ സ്റ്റേജ് മോടി പിടിപ്പിക്കണ്ടേ? പാർട്ടിക്ക് അത്രയും കാശ് അണികളിൽ നിന്ന് പിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുപോലെ കാശ് പിരിയണമെങ്കിൽ മുതലാളിമാരെ പോക്കറ്റ് വേണം. അപ്പൊ അതിന് എന്തോ ഒരു ലാഭം, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ഒരു പക്ക ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ലാതെ ആയിരിക്കും. അത് ആ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളിതാ ഒരു ഗോൾഡൻ ഷേക്കൻഡ് കൊടുക്കും. കാര്യം ഈ പറയുന്ന ഒരു പിടിച്ചിടലിന് ശേഷം തിരിച്ച് അദ്ദേഹം ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. ഇത് അത്തരത്തിലൊരു ഓപ്പറേഷൻ ആയിരുന്നു. ആ ഓപ്പറേഷൻ ആണ് എന്നുള്ളത് ഇവിടുത്തെ ഈ രാഷ്ട്രീയം അറിയുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം. അപ്പൊ ആ ഓപ്പറേഷനിൽ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങി, അദ്ദേഹം ഇനി ഈ പറഞ്ഞവരെല്ലാം ഉൾട്ടയടിക്കും. ഹണി റോസിനെ തന്നെ അദ്ദേഹം ചിലപ്പോൾ ഉദ്ഘാടനത്തിന് കൊണ്ടുവരും. അവർ വരികയും ഉദ്ഘാടനം ചെയ്യുകയും പോവുകയും ചെയ്യും. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും മാറ്റം ഉണ്ടാവും. കാര്യം കോടതി ഇടപെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അത്. ആ ഒരു വശത്തോടെ നമ്മൾ നോക്കുമ്പോൾ ഈ അജിത് കുമാർ എന്നും പറഞ്ഞൊന്നും ഒരു വിലപ്പോവില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, എടേ നീയൊക്കെ ഇവിടെ നിന്ന് പടക്കൊന്നും പൊട്ടിക്കല്ലേ, ഞാൻ ഇത്തിരി ഇറങ്ങട്ടെ, നീയൊക്കെ ഭയങ്കര സ്നേഹം തന്നെ. പണ്ട് ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞൊരു കഥ. ധൃതരാഷ്ട്ര സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കട്ടെ, ഈ പഞ്ചപാണ്ഡവരെ ഓരോരുത്തരെ വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കട്ടെ എന്ന്, അദ്ദേഹത്തിന്റെ സ്നേഹം അങ്ങ് മുട്ടി നിൽക്കുക, കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഞെക്കി അങ്ങ് കൊല്ലും അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ആരും കെട്ടിപ്പിടിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് വരി നിൽക്കണ്ട, നിങ്ങൾ ഓരോ വെങ്കല പ്രതിമകൾ വെച്ചു കൊടുത്താൽ ആ പ്രതിമ അദ്ദേഹം കിട്ടി. അപ്പോൾ ഉദാഹരണത്തിന് ആദ്യം യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം കണ്ണു കാണാത്ത ആളാണ്. അദ്ദേഹം കെട്ടിപ്പിടിക്കുമ്പോൾ ഇത് ഇരുമ്പാണെന്ന് അങ്ങനെ അറിയുന്നു. അവര് കൃഷ്ണൻ പറഞ്ഞ തന്നെ കറക്റ്റ് സംഭവിച്ചു. അതുപോലെ ഈ പറയുന്ന ആരാധകരാണ് അദ്ദേഹത്തിനെ കൊണ്ട് പടുകുഴിയിൽ ചാടിച്ചത്. അദ്ദേഹം അവസാനം പോലീസുകാരൊന്ന് വിരട്ടിയപ്പോഴാണ് ഈ അജിത് കുമാറൊക്കെ പടക്കം പൊട്ടിക്കാതെ പോയത്. എന്തെങ്കിലും എവിടെയെങ്കിലും ഇതേപോലെ പടക്കമൊക്കെ പൊട്ടിക്കോ, ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിക്കോ? അപ്പൊ ആരാധക വൃന്ദത്തിനെ ഒന്ന് പോയി തരാവോ എന്ന് അദ്ദേഹം ചോദിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ആരാധക വൃന്ദത്തിന്റെ ഇത്തരം സ്തുതി പാഠകത്തിൽ അദ്ദേഹം വീഴാതിരുന്നാൽ ബോബി ചെമ്മണ്ണൂർ എന്നും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരിക്കും. ഇപ്പോൾ ഈ സർക്കാർ കാണിച്ച ഈ ആറ്റിറ്റ്യൂഡിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. കൊടുക്കാനുള്ള ദമ്പടിയൊക്കെ അദ്ദേഹം ഇനി കൊടുക്കുമായിരിക്കും. കൊടുത്തില്ലെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലും ഡ്രാമകളൊക്കെ ഉണ്ടാക്കുമെന്ന് തന്നെ കരുതാം. അതുകൊണ്ട് അജിത് കുമാർ എന്നും ഈ പറയുന്ന അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. കൊച്ചുകുട്ടികൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇത് കണ്ടാലൊന്നും അല്ല കുട്ടികൾ പഠിക്കുന്നത്, അതൊക്കെ ബൈ ഗ്രാജുവലി ആണ് കുട്ടികൾ പഠിക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ പറയുന്നത് ഓക്കെ, പക്ഷെ നമ്മളുടെ ഒരു നിയമത്തിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പോൺ സൈറ്റ്സ് അതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾക്ക്. അതായത് ഐശ്വര്യ, പോൺ സൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യ മഹാരാജ്യം ഇപ്പം ഈ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഒരു 10 വർഷത്തിന് ഇപ്പുറമോ അല്ലെങ്കിൽ 15 വർഷത്തിന് ഇപ്പുറമോ ഈ സൈറ്റൊക്കെ വിരൽ തുമ്പത്ത് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഈ നരേന്ദ്രമോദി വന്ന ശേഷം പല സൈറ്റും അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. ഈ പറയുന്ന വിഷയങ്ങളുടെ ഒക്കെ മൂലാധാരം എന്ന് പറയുന്നത് നമ്മൾ എടുത്തെടുത്ത് പറയും, ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്. ഈ സംസ്കാരം എന്ന് പറയുന്നതിൽ ഈ കുന്ത്രാണ്ടങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും കാര്യം ഇതൊക്കെ കണ്ട് മലീമസമാകുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതൊന്നും നിർത്താനൊന്നും ഇനി പറ്റത്തില്ല. ഇനിയുള്ള സമൂഹത്തിൽ അങ്ങോട്ട് അങ്ങനെ തന്നെ പോകും. അതിലൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ അജിത് കുമാറിനെ പോലെയുള്ള ആരാധകരുടെ അമിതമായ സ്നേഹത്തിന് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി തന്നെ ഒന്ന് മതിയാക്കി തരാവോ എന്ന് തന്നെ അദ്ദേഹം സൈലന്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കാരണം കിട്ടാനും അതിലൂടെ പബ്ലിസിറ്റിക്കും വേണ്ടിയാണ് ഈ അജിത് കുമാറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർക്കൊക്കെ എന്തുണ്ടാക്കാനാണ്? ഭാഗ്യലക്ഷ്മിയുടെ വിഷയം വന്നപ്പോൾ അവിടെയും ചാടി വന്നില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവണം. ഇതൊക്കെ ഏതെങ്കിലും ആണത്തുള്ള ആണുങ്ങൾ ഈ പറയുന്ന അജിത് കുമാറിന്റെ സംഘത്തിനോടൊക്കെ നിൽക്കുമോ? ഒരിക്കലും നിൽക്കത്തില്ല. വേറെ പണിയില്ലേ? അജിത് കുമാർ പറയുന്നതിനോട് മൊത്തം എല്ലാ കാര്യങ്ങളിലും എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് പ്രിഫറൻസ് കൊടുക്കുക തന്നെ വേണം. സ്ത്രീകൾക്ക് പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ അതിനെ മിസ്യൂസ് ചെയ്യും. അത് ശരിയാണ്, അതിന്റെ ഒരു വശം. ആ ഒരു ആസ്പെക്ടിൽ നോക്കുമ്പോൾ അജിത് കുമാർ എന്നല്ല ആരാണെങ്കിലും അത് പറയുന്നതിന് യോജിപ്പുണ്ട്. ആ ഒരു കാര്യത്തിലുണ്ട്. അതിനെ മിസ്യൂസ് ചെയ്യുന്നവരുടെ കാരണം കൊണ്ട് സംഭവിക്കുന്നത് ശരിക്കുള്ള ശരിക്കും പീഡനത്തിന് ഇരയാക്കപ്പെടുന്നവർക്ക് നീതി ഇല്ലാണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവര് പറയുന്നതും കൂടി വിശ്വസിക്കാണ്ട് വരും. ഇത് പല കേസുകളിലായി. ഇപ്പോ ആർക്കെതിരെ നമ്മുടെ ഈ ഹെമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചില ആരോപണങ്ങൾ വന്നതൊക്കെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. നിവിൻ പോളിയുടെ വിഷയത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടിയുടെ വിഷയം അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകൾ ഇന്നിപ്പോ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. പത്തനംതിട്ട പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കള്ളക്കേസിൽ പെടുത്തു എന്ന് പറഞ്ഞിരിക്കുക. ഒരു അധ്യാപിക പറഞ്ഞു. അപ്പൊ അത്
അതായത് ചെയ്യുന്നവർക്കെതിരെ എന്തായാലും ഒരു നിയമം വരുമ്പോൾ അല്ലെ, അങ്ങനെയല്ല പറഞ്ഞ, ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തിനെ മിസ്യൂസ് ചെയ്യുന്നവരാണ് ഇന്ന് കൂടുതൽ. മിസ്യൂസ് ചെയ്തു എന്ന് തെളിയുമ്പോഴെങ്കിലും അവർക്കെതിരെ കേസ് എടുക്കണം പോലീസ്. ഇത് രാഹുൽ ഈശ്വറും അജിത് കുമാറൊക്കെ ചോദിച്ചതുപോലെ ഈ സരിതയ്ക്കെതിരെ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല ഇപ്പോഴും? അങ്ങനെയുള്ള കുറെ ഒരു വശം അപ്പുറത്ത് നിപ്പുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞതില് കുറച്ച് കാര്യങ്ങൾ ഒരു 50% എനിക്ക് യോജിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തായാലും നമുക്ക് ഈ വിഷയം ഇങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അജിത് കുമാർ അടങ്ങുന്ന ഫാൻസ് ഒരല്പം ഒന്ന് അടങ്ങി നിൽക്കണം. അത് ബോബി ചെമ്മണ്ണൂർ ഒരു അല്ലെ, അങ്ങനെയല്ലേ പറയാൻ പറ്റും. അത് ബോബി ചെമ്മണ്ണൂർ അതിന് ഇതാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമാണെങ്കിൽ അവരായിക്കോട്ടെ, അത് അവരുടെ ഒരു. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു ബിസിനസ്സുകാരനല്ല. അതെ, അവരുടെ വഴിക്ക് പോട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോ ഇനിയിപ്പോ ബോച്ചയെ കൊണ്ട് തിരിച്ച് കേസ് കൊടുപ്പിക്കും എന്നൊക്കെ അജിത് കുമാർ പറഞ്ഞിരുന്നെങ്കിലും അത് ചീറ്റിപ്പോയി. ബിക്കോസ് ബോച്ച തന്നെ പറഞ്ഞു ഇനിയും ഞാൻ ഹണിയെ പോലെയുള്ളവരെ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ കൊണ്ടങ്ങ് തീർന്നു. പിന്നെ ഈ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോസ് പ്രക്ഷേപണം ചെയ്യുന്നതൊക്കെ ചില കോർണറിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ്. 10 ലക്ഷം രൂപ പിഴയും ഈ വീഡിയോസ് അങ്ങനെ. അപ്പൊ ചില നടിമാരുടെ കൺസെന്റ് ഒരു അതിർത്തി എല്ലാത്തിനും വേണം എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇപ്പോൾ വെറുതെ ഒരു യൂട്യൂബ് എടുത്ത് ഒന്ന് നോക്കിയാലും ചിലപ്പോൾ കാണുന്നത് ഈ ഒരു എങ്ങാനും ഒന്ന് കണ്ടുപോയാൽ പിന്നെ നമ്മുടെ മക്കൾ നോക്കുമ്പോഴും കാണുന്നത് അതുപോലത്തെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ലംഘിക്കപ്പെടുന്നു. അതെ, ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളൊരു കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നിയമം ഇപ്പോൾ ഈ ഹണിയുടെ കാര്യത്തിൽ എടുത്തതുപോലെ തന്നെ ആ ഒരു വിഷയത്തിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്ന് അവിടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ തലമുറയെങ്കിലും സംരക്ഷിച്ചു പിടിക്കണം. നീതിന്യായം നമ്മുടെ കോടതി അതിൽ ഇടപെടണം എന്നുണ്ടെങ്കിൽ ആ കോടതി മുന്നിലേക്ക് അത് എത്തത്തക്ക രീതിയിൽ ഈ പ്രായപൂർത്തിയാകും മുമ്പുള്ള കുട്ടികൾ, പ്രായപൂർത്തി എന്നുള്ളതൊന്നും ഇപ്പൊ വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അതിന് മുമ്പുള്ള കുട്ടികൾ ഇത് കണ്ട് ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നതും ഒരുപാട് കേസുകൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട്. അതുപോലത്തെ ഓരോ സൈക്കോളജിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക് അവരുടെ മുമ്പിൽ പലതും വരുന്നത് ഇതുപോലത്തെ സൈറ്റുകൾ. നമ്മുടെ ഫോൺ സൈറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ മലയാള സിനിമ കണ്ടാൽ മതി. ഇപ്പോൾ മലയാള സിനിമയിലൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, അതൊക്കെ അവരുടെ കൺസേൺ, അവരുടെ ആ ഒരു ആസ്പെക്ട് നോക്കി അവരുടെ അഭിനയം, അവരുടെ ജോലി കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ അത് എഴുതി വെക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റ്, സിനിമ, ഒരു കലാരൂപം. പക്ഷേ ഈ സാധനം പുറത്തേക്ക് വരുമ്പോൾ അത് കൊച്ചു കുട്ടികളുടെ സൈഡിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും പറ്റണം ചേട്ടാ. നമുക്ക് ഈ സമൂഹത്തിന് കൊച്ചായി തന്നെയാണ് എല്ലാവരും വലുതാകുന്നത്. ഇത് നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് ചിലപ്പോൾ അന്ന് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നായിരിക്കും. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിലൊന്നും അങ്ങനെയൊന്നും അധികമൊന്നും ഞങ്ങൾ ഈ പറയുന്ന സൈറ്റുകളൊന്നും ഞങ്ങളുടെയൊക്കെ കുട്ടിപ്രായത്തിലൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സൈറ്റുകളായിരുന്നാലും അല്ലാത്തതായിരുന്നാലും അതൊക്കെ ഈ പറയുന്ന നിയമം ഉണ്ടാക്കണമെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടവർ എത്തിക്കണം. കോടതിയുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്നവരുടെ അടുത്ത് എത്തിക്കണം. ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി പോലെയുള്ളവർ ചെയ്യേണ്ടത് ഇതാണ്, ഇങ്ങനെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന പാർട്ടി കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തതിൽ എത്രയോ സൈറ്റുകൾ അവർ ഇതിന് നിർത്തലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനെ പോലെ അദ്ദേഹം പല കാര്യങ്ങളിലും, ഞാൻ ആ പാർട്ടിക്കാരനൊന്നുമല്ല, അല്ലെങ്കിലും നരേന്ദ്രമോദി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളിലും ഇതേപോലുള്ള പല തീരുമാനങ്ങളും ഉണ്ട്. അത് പക്ഷേ നടപ്പിലാക്കാൻ ഇന്ത്യയിലെ ഒരു സമകാലിക സാഹചര്യത്തിൽ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. കാര്യം നമ്മൾ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞ അമേരിക്കയിൽ എന്ത് കാണിക്കുന്നോ അതേപോലെ ഇവിടെ കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അങ്ങനെയെന്ന് നമ്മുടെ ആശങ്ക മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഭരണത്തിരിക്കുന്നവർക്കൊന്നും അതിൽ ആശങ്കയൊന്നും. അതാണ് ഞാൻ പറയുന്നത്, അജിത് കുമാറിനെ പോലെയുള്ളവർ ഇങ്ങനെ വെറും ഇത് പറയുക മാത്രം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ കൊണ്ടുചെല്ലാനും അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അവരെ കൊണ്ട് പറ്റുകയാണ് എങ്കിൽ അവരെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാവുന്ന. ശരി, അവർ ചെയ്യട്ടെ, അവരത് ചെയ്യട്ടെ, അവരത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം.